നീ എവിടെ പോയത്? ഡോക്ടറെ വീട്ടില്. എന്തിന്? പഞ്ചസാര കൊടുക്കാൻ. പഞ്ചസാര? ആ, അവരുടെ വീട്ടിൽ പഞ്ചസാര വാങ്ങാൻ മറന്നു. ഡോക്ടർ രാവിലെ ചായ കുടിക്കാൻ നോക്കിയോ പഞ്ചസാര ഇല്ല. പവിത്രനെ വിളിച്ചോണ്ടോ പവിത്രൻ എന്തോ തിരക്കിൽ നിൽക്കുകയാണ്. പവിത്ര എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെമ്പറെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. ഞാനിത് കൊടുക്കാൻ പോയതാ. ഞാനറിയാതെ കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ തുടങ്ങിയ. ആർച്ചേ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത അടുപ്പവും സൗഹൃദവും സ്ഥാപിക്കാൻ പോണ്ടാന്ന്. അവർക്ക് പഞ്ചസാര വേണമെങ്കിൽ അവർ മേടിക്കും. അയാൾ വലിയ മൃഗഡോക്ടറാണല്ലോ. ഒരു കിലോ പഞ്ചസാര മേടിക്കാനുള്ള കാശ് അയാളില്ലേ? മനുഷ്യരല്ലേ സത്യേട്ടാ, മറന്നുപോയി കാണും. ഞാനും മനുഷ്യനാണ്. ഈ വീട്ടിൽ പഞ്ചസാര മേടിക്കാൻ ഞാൻ മറക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ അവൻ്റെ അടവാണ്. ഇന്ന് പഞ്ചസാര, നാളെ ശർക്കര, മറ്റന്നാൾ വേറെ എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ഡെയിലി നീ ഇവിടെ ഇതൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലും. നീ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ളൊരു പരിപാടിയാണ്. അതിന് അവരല്ലല്ലോ പഞ്ചസാര വെച്ചത്, പവിത്രനല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് ഈ ഡോക്ടർ വലിയ ഫ്രോഡാണെന്നുള്ളത്. എടി, ആ വീട്ടിൽ പഞ്ചസാര വേണമെങ്കിൽ അവിടെ സ്ത്രീ, അതായത് ആലീസ് വന്ന് ചോദിക്കണം. അതാണ് മര്യാദ. ഇത് നേരെ പവിത്രനെ വിളിച്ചേക്കാം. പവിത്രനെ വിളിച്ചാലല്ലേ വളഞ്ഞ വഴിയിലൂടെ നീ അവിടെ ചെല്ലുള്ളൂ. എടി, അവൻ ഇതിലും വലിയ ഫ്രോഡാണെന്നുള്ളതിന് തെളിവ് വേറെ വേണോ? ചേടാ, ഒരു 100 ഗ്രാം പഞ്ചസാര കൊടുത്തതിനാണോ ഈ വഴക്കിന് മൊത്തം വരുന്നേ? ആർച്ചേ, പഞ്ചസാര അല്ല എൻ്റെ പ്രശ്നം. ആ മൃഗം ഒരു പഞ്ചാരയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. നീയായിട്ട് സൗഹൃദം സ്ഥാപിക്കാനാണ് ഈ പഞ്ചാര അടി. ബുദ്ധിയുള്ള ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് വേറെ സ്ത്രീയെ പഞ്ചാര അടിക്കുവോ? ഇന്ന് ആലീസ് ഉണ്ടായിരുന്നു. നീയായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നെ ആലീസ് ഇല്ലാത്ത ഒരു ദിവസം നിന്നെ വിളിക്കും. വിളിച്ചിട്ട് പറയും ഇച്ചിരി ഉപ്പ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ കൊണ്ടുവരുമോ, ഇച്ചിരി അരി കൊണ്ടുവരുമോ എന്ന് പറയും. ഇതുമായിട്ട് നീ അവിടെ ചെല്ലും. പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? എന്താ സംഭവിക്കുക? എന്തും സംഭവിക്കും. അയാളെ ഈ മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളാ. ഒട്ടും മനുഷ്യത്വം കാണില്ല. എന്തും ചെയ്യാൻ പഠിക്കില്ല. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പോലീസുകാരനുമായിട്ട് ഡെയിലി ഇടപഴകുന്ന എനിക്കാ ഒരു പാവം മൃഗഡോക്ടറെ കൈകാര്യം ചെയ്യാൻ പാട്. ഒന്ന് പോ സത്യേട്ടാ. ആർച്ചേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഒരു സാധനമായിട്ട് നീ അങ്ങോട്ട് പോണ്ട. ഇവിടെ മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കാനുള്ള. ഇനി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. പറഞ്ഞില്ല, അത് വേണ്ട. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ വാങ്ങിയ പഞ്ചസാര തിരിച്ചു തരാനായിട്ട് ചിലപ്പോൾ ആ മൃഗം ഇവിടെ വന്നെന്നിരിക്കാം. വാതിൽ തുറക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ ശരി, ഒരു കാര്യം ചെയ്യും. സത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് സ്റ്റേഷനിലെ ലോക്കപ്പ് ഇട്ട് എന്നെ അങ്ങ് പൂട്ട്. ഇല്ല ഭേദം അതാ.